നമസ്കാരം. വടശ്ശേരി ദാമോദരൻ സതീശൻ ഈ കോൺഗ്രസ് നേതാവാണ് ഇന്ന് കേരളത്തിൻ്റെ റിയൽ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നത്. 2021 വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ പിണറായി സത്തിന്റെ തേരോട്ടത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു കോൺഗ്രസ്. അവിടെ നിന്ന് അയാൾ പാർട്ടിയെയും മുന്നണിയെയും കൈപിടിച്ചുയർത്തി. 100 സീറ്റ് നേടിയുള്ള വിജയത്തിൽ കുറഞ്ഞതൊന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കിട്ടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് അണികളിൽ ആത്മവിശ്വാസം നിറച്ചു. ഇപ്പോഴിതാ UDF കേരളത്തിൽ വലിയ വിജയം നേടുമ്പോൾ അതിൻ്റെ കിങ് മേക്കറും ഈ 61കാരൻ തന്നെ. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് ചർച്ച ചെയ്യുന്നു വി ഡി സതീശൻ എന്ന റിയൽ ഹീറോയുടെ കഥ. തളികയിൽ വെച്ച് നീട്ടിയ പദവികളിലൂടെയല്ല, മറിച്ച് കഠിനാധ്വാനത്തിലൂടെയും വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാനുള്ള മികവിലൂടെയും കേരള രാഷ്ട്രീയത്തിൻ്റെ അമരത്തെത്തിയ നേതാവാണ് വി ഡി സതീശൻ. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലും അതും കടന്ന് നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിലും നിൽക്കുമ്പോൾ ശരിക്കും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന രാഷ്ട്രീയ അത്ഭുതമാണ് അദ്ദേഹം. എല്ലാം തളികയിൽ വെച്ച് കിട്ടിയ നേതാവല്ല സതീശൻ. കോൺഗ്രസിലെ പതിവ് രീതി അനുസരിച്ച് മക്കൾ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുമല്ല. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1964 മെയ് 31 എറണാകുളം ജില്ലയിലെ നെട്ടൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് കെ ദാമോദര മേനോൻ കൊച്ചിൻ റിഫൈനറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് വി വിലാസിനി, അമ്മ വീട്ടമ്മയാണ്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. സ്കൂൾ പഠനകാലത്ത് കിലോമീറ്ററുകളോളം നടന്നുപോയാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. വി ഡി സതീശൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയായിരുന്നു. സ്കൂൾ പഠനകാലത്ത് പനങ്ങാട് ഹൈസ്കൂളിലെ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ നേതൃപാടവം തെളിയിച്ചത്. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് KSUവിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. സതീശൻ്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവായ G കാർത്തികേയനായിരുന്നു. കാർത്തികേയൻ്റെ പ്രസംഗ ശൈലിയും രാഷ്ട്രീയ നിലപാടുകളുമാണ് തന്നെ ഏറെ സ്വാധീനിച്ചതെന്നും പ്രസംഗങ്ങളിൽ കാർത്തികേയൻ്റെ ശൈലി അനുകരിക്കാൻ ശ്രമിച്ചിരുന്നതായും സതീശൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നന്നായി സംസാരിക്കാൻ അറിയുന്ന സതീശൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധേയനായി. തേവര സെൻറ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. SFIയുടെ ശക്തമായ സ്വാധീനത്തെ മറികടന്നുള്ള ആ വിജയം സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. കോളേജ് കാലത്ത് പ്രസംഗ മത്സരങ്ങളിലെ സ്ഥിരം ജേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നടന്ന പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത നിരവധി സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ മികവാണ് അദ്ദേഹത്തെ KSUവിൻ്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിലുള്ള മികവ് പരിഗണിച്ച് അദ്ദേഹത്തെ NSUI ദേശീയ സെക്രട്ടറിയായി നിയമിച്ചു. അന്ന് ദേശീയ അധ്യക്ഷനായിരുന്ന മുകുൾ വാസ്നിക്കൊപ്പം ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യാനും രാഷ്ട്രീയ അനുഭവങ്ങൾ നേടാനും ഇത് സതീശനെ സഹായിച്ചു. KSU കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി നിരവധി സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. MG കേരള സർവകലാശാലകളിൽ യൂണിയൻ കൗൺസിലറായും സതീശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഫുൾ ടൈം രാഷ്ട്രീയവുമായി നടന്ന വി ഡി സതീശൻ എന്ന ചെറുപ്പക്കാരന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഒരു സിനിമയാണ്. മലയാളത്തിൽ ഇന്നും ക്ലാസിക്കൽട്ടായി കണക്കാക്കുന്ന ശ്രീനിവാസൻ തിരക്കഥ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം സിനിമയായിരുന്നു അത്. 1991 പുറത്തിറങ്ങിയ ഈ ചിത്രം കണ്ടതിന് ശേഷമാണ് രാഷ്ട്രീയത്തിനൊപ്പം പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്ന് സതീശൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വക്കീൽ പരീക്ഷ മികച്ച മാർക്കോടെ പാസ്സായി എൻറോൾ ചെയ്തിരുന്നെങ്കിലും KSUവിലൂടെയുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ തിരക്ക് കാരണം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ പോയിരുന്നില്ല. എന്നാൽ സന്ദേശം സിനിമ കണ്ടതോടെ ആ ചിന്ത മാറി. സിനിമയുടെ അവസാനം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും ശ്രീനിവാസന്റെ കഥാപാത്രം വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. സിനിമ കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ സതീശൻ വക്കീൽ ഓഫീസിൽ പോയി ജോലി തുടങ്ങിയായിരുന്നു. രാവിലെ 8 മണിക്ക് ഓഫീസിലെത്തുകയും രാത്രി 1 മണിവരെ വക്കീൽ ജോലിയിൽ മുഴുകുകയും ചെയ്യുന്ന ശീലത്തിലേക്ക് അദ്ദേഹം മാറി.
8 വർഷത്തോളം നീണ്ട തന്റെ വക്കീൽ പ്രാക്ടീസ് പിന്നീട് നിയമസഭയിലെ ഇടപെടലുകളിലും നിയമനിർമ്മാണ ചർച്ചകളിലും വലിയ രീതിയിൽ സഹായിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തെ ഒരു മുഴുവൻ സമയ ജോലി എന്നതിലുപരി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പ്രൊഫഷനൊപ്പം കൊണ്ടുപോകണമെന്ന പാഠമാണ് ഈ ചിത്രം വി.ഡി. സതീശന് നൽകിയത്. കോൺഗ്രസിൽ AI ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായിരുന്ന കാലത്തും ഒരു രീതിയിലുമുള്ള വിഴുപ്പ് അലക്കുകൾക്ക് കൂട്ടുനിൽക്കാതെ ഗ്രൂപ്പ് അതീതനായി നിന്ന വ്യക്തിയാണ് സതീശൻ. താൻ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്ന കാർത്തികേയൻ ആദ്യം I ഗ്രൂപ്പിലും പിന്നീട് തിരുത്തൽവാദിയായി കണക്കാക്കപ്പെട്ടതോടെ സതീശനിലും ആ ബന്ധം ആരോപിക്കപ്പെട്ടു. തുടക്കകാലത്തെ K. കരുണാകരൻ്റെയും പിന്നീട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള I വിഭാഗത്തോടായിരുന്നു അദ്ദേഹത്തിന് അടുപ്പം. പക്ഷേ ഗ്രൂപ്പുകൾക്ക് അതീതമാണ് പാർട്ടി എന്ന നിലപാടായിരുന്നു സതീശനെന്നും. ഉമ്മൻചാണ്ടിയെയും രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയ മാതൃകയാക്കാവുന്ന വ്യക്തിയായിട്ടാണ് സതീശൻ കാണുന്നത്. സഭ്യമായ ഭാഷയും വ്യക്തിഹത്യ നടത്താത്ത ശൈലിയും ഉമ്മൻചാണ്ടിയിൽ നിന്നും പഠിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അപ്പൻ കട്ടിലൊഴിയുമ്പോൾ മണ്ഡലം പതിച്ചു കിട്ടപ്പെടുന്ന നെപ്പോ കിഡല്ല സതീശൻ. അദ്ദേഹം ഓരോന്നും എതിരാളികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതുവരെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന പറവൂർ പിടിച്ചെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശൻ നിയമസഭാ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത്. 1996 പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശന് സീറ്റ് ലഭിച്ചത് യുവാക്കൾക്ക് പ്രാധാന്യം നൽകാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. വി.ഡി. സതീശന്റെ പേര് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ നിർദ്ദേശിച്ചതും രാഷ്ട്രീയ ഗുരുവായി സതീശൻ വിശേഷിപ്പിക്കുന്ന G. കാർത്തികേയനായിരുന്നു. KSUവിലും NSUവിലും സതീശൻ കാഴ്ചവെച്ച പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അക്കാലത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPIയുടെ ഉറച്ച കോട്ടയായിരുന്നു. പുതുമുഖങ്ങളെയും യുവാക്കളെയും ഇറക്കി ഇത്തരം കോട്ടകൾ പിടിച്ചെടുക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് സതീശനെ അന്ന് ഇറക്കിയത്. അതുമാത്രമല്ല, തോൽക്കുന്ന സീറ്റിൽ നിൽക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. 1996 വരെ പറവൂർ മണ്ഡലം CPIയുടെ ശക്തമായ സ്വാധീന മേഖലയായിരുന്നു. 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ CPIയിലെ N. ശിവൻപിള്ളയാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് CPIയും കോൺഗ്രസും ഇവിടെ മാറി മാറി ജയിച്ചിട്ടുണ്ട്. പക്ഷേ 80കൾക്ക് ശേഷം മണ്ഡലം CPIയുടെ ഉറച്ച കോട്ടയായി മാറി. 82ലും 87ലും ശിവൻപിള്ള ഇവിടെ നിന്ന് വിജയം ആവർത്തിച്ചു. 1991 ശിവൻപിള്ളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ P. രാജു CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും 2832 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 96 കന്നി അംഗത്തിൽ സതീശനെ 1116 വോട്ടിനാണ് P. രാജു പരാജയപ്പെടുത്തിയത്. അന്ന് അവസാനവട്ടം വരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചാണ് വി.ഡി. സതീശൻ തോറ്റത്. തോറ്റുകഴിഞ്ഞിട്ടും മണ്ഡലം കേന്ദ്രീകരിച്ച് സതീശൻ പ്രവർത്തനം തുടർന്നു. അത് ഫലം കണ്ടു. തുടർന്നുള്ള കാലം പറവൂരിൽ ത്രിവർണ്ണ പതാകയല്ലാതെ മറ്റൊന്നും പാറിയിട്ടില്ല. 2001 അദ്ദേഹം ആദ്യമായി നിയമസഭയിലെത്തുന്നു. അതിനുശേഷം 2006, 2011, 2016, 2021 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം അദ്ദേഹം വിജയം ആവർത്തിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി പറവൂർ മണ്ഡലത്തെ കോൺഗ്രസ് കോട്ടയാക്കി. 2001 സതീശൻ തന്റെ ആദ്യ വിജയം നേടിയപ്പോൾ 7434 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. 2006 രണ്ടാമത്തെ വിജയത്തിൽ 7792 വോട്ടിന്റെ ലീഡ് നേടി. 2011 CPIയിലെ പന്ന്യൻ രവീന്ദ്രനെ പരാജയപ്പെടുത്തിയപ്പോൾ ഭൂരിപക്ഷം 11349 വോട്ടായി ഉയർന്നു. 2016 മുൻ മുഖ്യമന്ത്രി P.K. വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനെ 20634 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തോൽപ്പിച്ചത്. 2021 അഞ്ചാം തവണയും വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിച്ച് 21301 വോട്ടായി മാറി. ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് പറവൂരിനെ തന്റെ സുരക്ഷിത കോട്ടയാക്കി സതീശൻ മാറ്റി. അത് പുതിയ തലമുറയോട് സതീശൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞങ്ങൾ വന്നത് ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചുകൊണ്ടാണ്, അതുപോലെ നിങ്ങളും ഫൈറ്റ് ചെയ്തു വരൂ എന്ന്. പറവൂർ MLA എന്ന പ്രാദേശിക സ്ഥാനത്ത് നിന്ന് മാറി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായ വി.ഡി. സതീശൻ മാറുന്നത് 2006-2001 കാലഘട്ടത്തിലാണ്. നിയമസഭാ പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. V.S. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നിരയിലിരുന്ന വി.ഡി. സതീശൻ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുവർണ്ണകാലമായി കണക്കാക്കപ്പെടുന്നു. വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ കാലയളവിലാണ് ജനശ്രദ്ധ ആകർഷിച്ചത്. നിയമസഭയിലെ സാമ്പത്തിക വിഷയങ്ങളിലെ അവഗാഹം കണക്കിലെടുത്ത് ആര്യാടൻ മുഹമ്മദിനെ സഭയിലെ തന്റെ ഗുരുവായി അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിൻ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഉയർത്തി. അത്താണിക്കടുത്ത് 200 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന് വെറും 5.50 കോടി രൂപയ്ക്ക് കൈമാറാനുള്ള നീക്കം
വി.ഡി. സതീശൻ സഭയിൽ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വി.എസ്. അച്യുതാനന്ദൻ ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ദിവസങ്ങൾക്കുള്ളിൽ ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നടത്തുന്ന ക്രമക്കേടുകളും ലോട്ടറി മാഫിയയുടെ ഇടപെടലുകളും അദ്ദേഹം സഭയിൽ നിരന്തരമായി ഉന്നയിച്ചു. ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയും കേരളത്തിൽ ഇതര സംസ്ഥാന ലോട്ടറികൾ നിരോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. നിയമസഭയ്ക്കുള്ളിലെ പരിസ്ഥിതിവാദികളുടെ കൂട്ടായ്മയായ ഗ്രീൻ ഗ്രൂപ്പിനും സതീശൻ നേതൃത്വം നൽകി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് അദ്ദേഹം രംഗത്ത് വന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾക്കും വേണ്ടി സതീശൻ നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സബ്മിഷൻ ഉന്നയിച്ച MLA എന്ന കീർത്തിയും അദ്ദേഹത്തിന് കിട്ടി. കണക്കുകളും രേഖകളും സഹിതം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലിക്ക് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ പോലും പലപ്പോഴും ബഹുമാനം നൽകിയിരുന്നു. താൻ പറയുന്ന കാര്യങ്ങൾ യുക്തിസഹമാണെങ്കിൽ വി.എസ്. അത് അംഗീകരിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന് സതീശൻ തന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും എന്നാൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതിലൂടെ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലേക്ക് സതീശൻ വളരുകയായിരുന്നു. ലോട്ടറി മാഫിയയ്ക്കെതിരെ വി.ഡി. സതീശൻ നടത്തിയ പോരാട്ടവും ഡോക്ടർ തോമസ് ഐസക്കുമായിട്ടുള്ള പരസ്യ സംവാദവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ വളരെ നിർണായകമായിരുന്നു. 2010 സെപ്റ്റംബർ 13 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് ഈ ചരിത്ര പ്രസിദ്ധമായ ലോട്ടറി സംവാദം നടന്നത്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനെ സഹായിക്കുന്ന നിലപാടാണ് ധനമന്ത്രി തോമസ് ഐസക് സ്വീകരിക്കുന്നതെന്നായിരുന്നു സതീശന്റെ പ്രധാന വിമർശനം. ഇതേ തുടർന്നാണ് തോമസ് ഐസക് സതീശനെ സംവാദത്തിന് വിളിച്ചത്. പക്ഷേ അത് ഐസക്കിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി. വലിയ ബുദ്ധിജീവി ജാടയിൽ തുടങ്ങിയ ഐസക്കിന് സതീശനിൽ നിന്ന് കണക്കിന് കിട്ടി. പിറ്റേന്ന് പത്രങ്ങൾ എഴുതിയത് ഐസക്കിനെ സതീശന് മലർത്തിയടിച്ചു എന്നായിരുന്നു. കണക്കുകളും രേഖകളും സഹിതം സതീശൻ നടത്തിയ വാദങ്ങൾ അദ്ദേഹത്തെ പഠിച്ചു പ്രസംഗിക്കുന്ന നേതാവെന്ന നിലയിലേക്ക് ഉയർത്തി. ഒരു യുവ MLA എന്ന നിലയിൽ അനുഭവസമ്പന്നനായ ഒരു ധനമന്ത്രിയോട് ആത്മവിശ്വാസത്തോടെ സംവദിച്ചത് കേരള രാഷ്ട്രീയത്തിൽ വി.ഡി. സതീശന്റെ പ്രതിച്ഛായ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. സതീശനടക്കമുള്ളവർ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിലെത്തിയത്. പക്ഷേ എന്നിട്ടും സതീശനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. സതീശനെ പോലെ സീനിയറായ ഒരാളെ ഒഴിവാക്കി ജൂനിയേഴ്സിന് മന്ത്രിസഭയിൽ സ്ഥാനം നൽകിയത് അന്ന് പലരെയും അത്ഭുതപ്പെടുത്തി. 2006-2011 കാലയളവിൽ പ്രതിപക്ഷത്തിരുന്ന അദ്ദേഹം നടത്തിയ പോരാട്ടം പരിഗണിക്കുമ്പോൾ സതീശൻ തീർച്ചയായും മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തഴയപ്പെടാൻ കാരണമായി പറയുന്ന പ്രധാന കാര്യം സമുദായ നേതാക്കളുടെ അതൃപ്തിയായിരുന്നു. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സമുദായ നേതാക്കളുടെ പിന്തുണ നേടാൻ സതീശൻ തയ്യാറായില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സമുദായ നേതാക്കളെ സന്ദർശിക്കുന്നതിനെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഒരു സമുദായ നേതാവിൻ്റെയും ഔദാര്യത്തിൽ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്ന അദ്ദേഹത്തിൻ്റെ കർശന നിലപാട് ഇതിന് കാരണമായി. ഇന്നും വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരുടെ കണ്ണിലെ കരടാണ് സതീശൻ. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് സ്പീക്കർ പദവി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അത് അദ്ദേഹം വിനയപൂർവ്വം നിരസിക്കുകയായിരുന്നു. പകരം അദ്ദേഹം ചീഫ് വിപ്പ് പദവിയാണ് സ്വീകരിച്ചത്. അർഹതയുണ്ടായിട്ടും സതീശൻ തഴയപ്പെട്ടത് മെറിറ്റിന് മേൽ നെപ്പോട്ടിസം വിജയിച്ച സാഹചര്യമെന്നാണ് അന്ന് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. തനിക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നും ഇതുപോലെ പല കാര്യങ്ങളും തനിക്ക് കപ്പിനും ചുണ്ടനും ഇടയിൽ വെച്ച് നഷ്ടമായിട്ടുണ്ടെന്നും സതീശൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വൻ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം ജയിച്ചു കയറിയപ്പോൾ ഉമ്മൻചാണ്ടി മാറി നിൽക്കുകയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പിന്തുണയാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ചെന്നിത്തല ഉയർത്തിയ സ്പ്രിംഗ്ലർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ സതീശൻ നടത്തി. പക്ഷേ കോവിഡ് കാലത്തിന് ശേഷം വന്ന ഗുഡ് ഗവേണൻസിന്റെ ബലത്തിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറി. ആ സമയത്താണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ രമേശ് ചെന്നിത്തല മാറി നിൽക്കുന്നത്. കോൺഗ്രസ് ആകെ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയ നിമിഷം. ഇനി ഒരു തിരിച്ചുവരവ് പാർട്ടിക്ക് സാധ്യമാവുമോ എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി അമ്പരന്ന് പോയ നിമിഷം. ആ സമയത്താണ് പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ രംഗത്ത് വരുന്നത്. അതായത് ഒരു സ്ഥാനവും അദ്ദേഹത്തിന് വെറുതെ കിട്ടുന്നതല്ല, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത് എന്ന് തന്നെ ചുരുക്കം. തളർന്നുപോയ UDFനെ മുന്നിൽ നിന്ന് നയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയത്തിലേക്ക് നയിക്കാൻ സതീശന് സാധിച്ചു. എന്നിട്ടും കപ്പിനും ചുണ്ടിനും ഇടയിൽ പലതും നഷ്ടപ്പെട്ട ആ പഴയകാലം വീണ്ടും ഓർമ്മ വരികയാണ്. ഇപ്പോൾ UDF വലിയ വിജയം നേടുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ പേരുകൾ കൂടിയാണ് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഒറ്റ പേരേയുള്ളൂ. അത് വി.ഡി. സതീശൻ്റേതാണെന്ന് ഉറപ്പാണ്. അടിമുടി മുങ്ങാൻ നിന്ന ഒരു വള്ളത്തെ അമരത്ത് നിന്നുകൊണ്ട് കരയ്ക്കടുപ്പിച്ച ദ റിയൽ ക്യാപ്റ്റനാണ് സതീശൻ.
മികച്ച വായനക്കാരനും സിനിമാ പ്രേമിയും കൂടിയാണ് സതീശൻ. തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും അദ്ദേഹം വായനയ്ക്കായി സമയം കണ്ടെത്താറുണ്ട്. ഓരോ വർഷവും താൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ പട്ടിക അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. 2025 മാത്രം അദ്ദേഹം 60 പുസ്തകങ്ങൾ വായിച്ചു തീർത്തുവെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ 22 എണ്ണം ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു. 2024 43 പുസ്തകങ്ങളും 2022 21 പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിരുന്നു. സൽമാൻ റുഷ്ദിയുടെ നൈഫ്, അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ, അമിതാഭ് ഘോഷിൻ്റെ ദ നട്ട്മെഗ് ഗോഡ്സ് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വായനാ പട്ടികയിലെ പ്രധാന പുസ്തകങ്ങളാണ്. ഡോക്ടർ ലിസ മോസ്ഗോണിയയുടെ ദ മെനോപോസ് ബ്രെയിൻ എന്ന പുസ്തകം വായിച്ചതിന് ശേഷം സ്ത്രീകളോടും സ്വന്തം ഭാര്യയോടുമുള്ള തൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായതായി അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് എന്നാണ് വായനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. വായന തനിക്ക് വലിയ ഊർജ്ജവും സന്തോഷവും നൽകുന്നുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങളുടെയും രാഷ്ട്രീയ യാത്രയും കുറിച്ച് വി ഡി സതീശൻ എഴുതിയ പുസ്തകമാണ് നേരനുഭവങ്ങൾ. അതും ബെസ്റ്റ് സെല്ലറാണ്. അടുത്തിടെ വായിച്ച് ഏറെ ഹൃദയസ്പർശിയായി തോന്നിയ ബാബു ഇബ്രാഹിമിൻ്റെ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെക്കുറിച്ചും സതീശൻ വാചാലനാവാറുണ്ട്. ആ പുസ്തകത്തിൻ്റെ ചൂടപ്പം പോലുള്ള വിറ്റുപോകലിന് സതീശൻ്റെ പ്രചാരണം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. വായനയ്ക്ക് പുറമെ യാത്രകളും ട്രക്കിങ്ങുമാണ് സതീശൻ്റെ പ്രധാന ഹോബികൾ. സജീവമായ ഒരു ട്രക്കറാണ് അദ്ദേഹം. പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും മാനസികോല്ലാസത്തിനുമായി അദ്ദേഹം വനയാത്രകളും ട്രെക്കിങ്ങും തിരഞ്ഞെടുക്കാറുണ്ട്. പ്രകൃതി സ്നേഹിയായ അദ്ദേഹം തൻ്റെ തിരക്കുകൾക്കിടയിലും ഇത്തരം വിനോദങ്ങൾക്കായി സമയം കണ്ടെത്താറുണ്ട്. ഈയിടെ വനവാസം എന്ന ഗസ്റ്റ് ഹൗസിൽ താമസിച്ചതും ട്രോളായി മാറി. ഭാര്യ ആർ ലക്ഷ്മിപ്രിയ വീട്ടമ്മയാണ്, മകൾ ഉണ്ണിമായ. എറണാകുളം ജില്ലയിലെ നിലവിൽ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ അദ്ദേഹം തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലാണ് താമസമെങ്കിലും കുടുംബ വീട് പറവൂരിലാണ്. വടക്കൻ പറവൂരിലുള്ള ദേവരാഗം എന്ന വീട്ടിലാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ഇനി അത് മുഖ്യമന്ത്രിയുടെ വീടാകുമോ എന്ന കാര്യം അറിയാനാണ് കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുന്നത്.